ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേക ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ട് നടക്കുന്ന ചടങ്ങുകളെ പറ്റിയിട്ടൊക്കെയാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നു എന്നുള്ള വാർത്ത അയോധ്യ നഗരി എങ്ങും പരക്കുകയും എല്ലാവരും ആനന്ദത്തിൽ ആറാടുകയും ചെയ്യുന്ന ആ മനോഹരമായ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. നമുക്ക് അതിനുശേഷം അയോധ്യയിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായിട്ടൊന്ന് നോക്കാം. നിങ്ങളെല്ലാവരും വളരെ ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് ഈ കഥയെല്ലാം കേൾക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം. അങ്ങനെ സൂര്യൻ ഉദിച്ചു. സ്വർണക്കുടത്തിൽ പൂർണ്ണ കലശം, അതിനുമേൽ കുലയായി ഒടിച്ചെടുത്ത മാവില, ശാസ്ത്രമനുസരിച്ചിട്ടുള്ള മംഗള വസ്തുക്കളെല്ലാം അവിടെ നിരത്തിവെച്ചു. രത്നങ്ങൾ കൊണ്ടും വർണ്ണ പതാകകൾ കൊണ്ടുമുള്ള അലങ്കാരങ്ങൾ ചെയ്തു. അങ്ങനെ അയോധ്യ അമരാവതി പോലെ തിളങ്ങി. അയോധ്യയിലെ ജനങ്ങളുടെ ഭവനങ്ങളെല്ലാം തന്നെ ഇന്ദ്രന്റെ ഭവനം പോലെ ശോഭിച്ചു. അങ്ങനെ ഒരു വശത്ത് എല്ലാവരും സന്തോഷിക്കുമ്പോൾ മറുവശത്ത് ചില ഇരുട്ടുകൾ വ്യാപിക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷേ പുറം ലോകം അറിഞ്ഞിരുന്നില്ല. ദുന്ദുഭി എന്ന അപ്സരസ് മന്ധര എന്ന പേരിൽ അയോധ്യയിൽ ജനിച്ചിരുന്നു. ഈ മന്ധരയുടെ മുതുകത്ത് ഒരു മുഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മന്ധര എപ്പോഴും കൂനിക്കൂടിയായിരുന്നു നടന്നിരുന്നത്. അതുപോലെ വളരെ വികൃതമായ രൂപവും ക്രൂരമായ സ്വഭാവവുമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. കൈകേയിയുടെ തോഴിയാണ്. വിവാഹം കഴിഞ്ഞു വരുമ്പോൾ കൈകേയി കൂടെ കൊണ്ടുവന്നതാണ് ഈ മന്ധരയെ. കൈകേയിയുടെ പുത്രനായ ഭരതൻ കുഞ്ഞായിരുന്നപ്പോൾ ഭരതനെ നോക്കിയിരുന്നത് ഈ മന്ധരയായിരുന്നു. ശ്രീരാമന്റെ ദുഃഖത്തിന് കാരണക്കാരിയായിട്ടാണ് ദൈവം അവളെ സൃഷ്ടിച്ചത്. വിധാതാവ് എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ടാണ് കൈകേയിയെ വിവാഹം കഴിച്ച് ദശരഥ മഹാരാജാവ് അയോധ്യയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഈ കൈകേയിയുടെ കൂടെ മന്ധരയും വന്നത്. ഈ മന്ധര എവിടെയുണ്ടോ അവിടെയെല്ലാം അവൾ തകരാറിലാക്കും. അതാണ് അവളുടെ ഒരു സ്ഥായിയായ സ്വഭാവം. രാമന് ദുഃഖം, രാജാവിന് മരണം, കൈകേയിക്ക് അപമാനം, ഇതെല്ലാം ഉണ്ടാക്കിയത് ഈ മന്ധരയാണ്. അതിൻ്റെ എല്ലാം ഫലമാണ് രാവണവധം എന്ന് വിധാതാവ് നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ജന്മം അവിടെ ഉണ്ടായത്. അങ്ങനെ തോഴി മന്ധര അസ്വസ്ഥയായി പുറത്തേക്ക് വരുന്നു. നഗരത്തിൽ പ്രജകളെല്ലാം ആനന്ദിക്കുന്നത് മന്ധര കാണുകയാണ്. കാഴ്ചകൾ കാണുവാൻ വേണ്ടി ഉയർത്തിക്കെട്ടിയ തട്ടിൽ കയറി നിന്ന് അവൾ നോക്കി. രാമൻ രാജാവാകും. പ്രജകളെല്ലാം സന്തോഷത്തിലാണ്. തോഴിമാരെല്ലാം നഗരത്തിലെ ഉത്സവം കാണുകയാണ്. എന്താണ് ഈ ഉത്സവത്തിന്റെ കാരണം എന്ന് മന്ധര മറ്റൊരു തോഴിയോട് ചോദിച്ചു. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് കൗസല്യാദേവി ഇത്രയധികം ദാനം ചെയ്യുന്നത്? എന്താണ് ദേവിക്ക് ഇത്രയും വലിയ ദോഷം വന്നിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആ തോഴി മന്ധരയോട് മറുപടി പറയുകയാണ്, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. എന്തിനായിരിക്കും എന്ന് നീ അറിഞ്ഞില്ലേ? രാമനെ രാജാവാക്കുകയാണ്. രാജാവിന് മരണം അടുത്തു എന്ന് തോന്നിയത്രേ. അതുകൊണ്ട് രാമനെ എത്രയും പെട്ടെന്ന് രാജാവാക്കുക എന്നാണ് രാജാവിൻ്റെ ആഗ്രഹം. ഇങ്ങനെ ഈ തോഴി മന്ധരയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മന്ധരയുടെ നെഞ്ചിന് ഇടിവെട്ടേറ്റതുപോലെയായി.
എന്തു ചെയ്യാൻ പറ്റും? മന്ധരയ്ക്ക് തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നി. അങ്ങനെ മന്ധര കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. കൈകേയി അവിടെ കിടക്കുകയായിരുന്നു. മന്ധര പെട്ടെന്ന് കടന്നു ചെന്നിട്ട് കൈകേയിയോട് ചോദിക്കുകയാണ്, ബുദ്ധിയില്ലാത്ത കൈകേയി, നീ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്? നിന്റെ മകൻ ഭരതൻ ഇന്ന് മനോദുഃഖത്തിൽ മുങ്ങി താഴുകയാണ്. നീയും ദുഃഖക്കടലിൽ വീണു മരിക്കും. ഭരതനെ ഒഴിവാക്കിയിട്ട് രാമനെ രാജാവാക്കുകയാണ്. രാജാവിനെ കൊണ്ട് പ്രതിജ്ഞ പാലിപ്പിച്ച് ഭരതനെ നീ രാജാവാക്കണം. രാജാവിനെ കൊണ്ട് രാമനെ കാട്ടിലും അയപ്പിക്കണം. രാമൻ രാജാവായാൽ പിന്നെ നിനക്ക് എന്താണ് ഇവിടെ ഒരു അധികാരമുള്ളത്? ഭരതൻ രാജാവായാലോ നീ രാജമാതാവ്, നീ ആയിരിക്കും മുഖ്യറാണി. ഈ രാജ്യം മുഴുവനും നിന്റേതായി മാറും. ഇങ്ങനെ മന്ധര കൈകേയിയോട് പറയുകയാണ്. അപ്പോൾ കൈകേയി മറുപടി പറഞ്ഞു, രാമൻ ധർമാനുസരണം എൻ്റെ പുത്രൻ തന്നെയല്ലേ? എൻ്റെ എന്തു കാര്യത്തിനാണ് അവൻ ദോഷം വരുത്തുന്നത്? അവൻ എനിക്കുള്ള മാന്യത തീർച്ചയായിട്ടും നൽകും. രാമന് മാനഹാനി വരുത്തുന്നത് ശരിയല്ല. ഗുണനിധി, പണ്ഡിതൻ, വിചാരശീലൻ എല്ലാം രാമൻ തന്നെയാണ്. ജ്യേഷ്ഠപുത്രൻ പിതാവിൻ്റെ രാജ്യം നേടുന്നത് ഉചിതം തന്നെയാണ്. രാമൻ രാജാവായാൽ പ്രജകൾക്കെല്ലാവർക്കും സന്തോഷവുമാകും. എല്ലാവർക്കും ഉചിതമായ ധനം രാമൻ നൽകുകയും ചെയ്യും. ഭരതന് രാമൻ രാജ്യം കൊടുക്കാതിരിക്കുകയില്ല. എനിക്ക് വലിയ റാണി കൗസല്യ വേണ്ടത്ര മാന്യത നൽകുകയും ചെയ്യും. അതിനാൽ രാമൻ രാജാവാകുന്നത് എനിക്ക് തൃപ്തിയാണ്. തോഴി മന്ധരെ, നിനക്ക് ഈ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെ കൈകേയി മന്ധരയോട് പറഞ്ഞിട്ട്, ഈ ശുഭവാർത്ത അറിയിച്ചതിന് നിനക്ക് ഞാനൊരു സമ്മാനം നൽകുന്നുണ്ട് എന്നുകൂടി പറഞ്ഞിട്ട് കഴുത്തിൽ നിന്നും ഒരു രത്നമാല ഊരിയെടുത്ത് മന്ധരയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ദാസി മന്ധര കോപിച്ചു. അവളുടെ ചുണ്ടുകൾ വിറച്ചു. കൈകേയിയുടെ കൊട്ടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് കൈകേയി കൊടുത്ത സമ്മാനം അവൾ താഴെയിട്ടു. കണ്ണു രണ്ടും ചുവന്നു. മന്ധര പറഞ്ഞു, കൈകേയി, നിന്റെ ദുഃഖത്തെക്കുറിച്ചോർത്താണ് എൻ്റെ വിചാരം. നിനക്ക് നല്ലതാണ് ഞാൻ പറഞ്ഞു തന്നത്. വിപരീതമായി നിനക്ക് തോന്നുന്നു എങ്കിൽ നീ ഇതിൻ്റെ ഫലം അനുഭവിക്കും. സപത്നിയുടെ പുത്രൻ രാജാവാകുമ്പോൾ നീ ആനന്ദിക്കുന്നു. കൗസല്യ നിന്നേക്കാൾ പണ്ഡിതയും ബുദ്ധിയും ഉള്ളവളാണ്. ഭർത്താവിനെ സേവിച്ച് സ്വന്തം മകനെ അവൾ രാജാവാക്കിയല്ലോ. നീ കൗസല്യയുടെ മുമ്പിൽ ഒരു ദാസിയായി നിൽക്കേണ്ടി വരും. കൗസല്യയ്ക്ക് ഗുണവതിയായ സീതയും സഹായത്തിനുണ്ട്. ദശരഥ മഹാരാജാവിന് നിന്നോടാണ് ഏറ്റവും സ്നേഹമെന്ന് കൗസല്യയ്ക്ക് അറിയാം. അതുകൊണ്ട് ആ ദുഃഖം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ അവളുടെ മകനെ രാജാവാക്കി മാറ്റുന്നത്. ഭരതകുമാരൻ അമ്മാത്തു പോയി താമസിക്കുകയല്ലേ? കൗസല്യയുടെ സന്തോഷത്തിൽ നീ ആനന്ദിക്കുന്നു. എന്തൊരു വിഡ്ഢിത്തമാണിത്! ഈ വൃത്തികേട് ഞാൻ ഒരിക്കലും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. മകനെ പെറ്റു വളർത്തി, എന്നിട്ടിപ്പോൾ എന്തായി? അമ്മയും മകനും കൗസല്യയുടെ കീഴിലായി. രാമനും ലക്ഷ്മണനും ഒറ്റ ശരീരമാണ്. അവർ രണ്ടുപേരും കൂടി രാജ്യം ഭരിക്കും. ഭരതൻ പുറത്ത്. നീയാണ് ഭരതനെ വഞ്ചിച്ചത്. ഞാൻ ബുദ്ധി നിനക്ക് പറഞ്ഞു തന്നു. നിനക്ക് അത് തെറ്റായിട്ടാണ് തോന്നിയത്. രാജ്യം കിട്ടിയില്ലെങ്കിൽ ഭരതൻ ഇങ്ങോട്ട് വരികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ മകന്റെ മുഖം കാണുകയുമില്ല. എന്നും മകനെ പിരിഞ്ഞു തന്നെയായിരിക്കും നീ ജീവിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കും നിന്റെ വിധി. മനസ്സുണ്ടെങ്കിൽ രാജാവിനോട് പറഞ്ഞ് ഭരതനെ രാജാവാക്കൂ. രാമനെ കാട്ടിലേക്ക് അയക്കൂ. ഇങ്ങനെ മന്ധര വീണ്ടും കൈകേയിയോട് പറയുകയാണ്.
മന്ധരയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കൈകേയിയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് കൈകേയി പറയുകയാണ്, മന്ധരേ, നീ പറഞ്ഞത് ശരിയാണ്. രാമൻ എനിക്ക് ദോഷം വരുത്തും. ഇതുവരെ ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഭരതൻ ഇവിടെ ഇല്ലാത്ത തക്കം നോക്കി രാമൻ രാജാവാകും. അത് എങ്ങനെ ഒഴിവാക്കും? അതിനുള്ള ബുദ്ധി നീ എനിക്ക് പറഞ്ഞു തരൂ മന്ധരേ. കൈകേയി ഇങ്ങനെ പറഞ്ഞപ്പോൾ മന്ധര കൈകേയിയോട് പറയുകയാണ്, ശംബരാസുരനുമായുള്ള യുദ്ധത്തിൽ രാജാവിൻ്റെ ശരീരത്തിൽ മുറിവേറ്റത് നിനക്ക് ഓർമ്മയില്ലേ? അന്ന് നീയാണ് രാജാവിനെ ശുശ്രൂഷിച്ചത്. സുഖമായപ്പോൾ രാജാവ് നിനക്ക് വരം നൽകാം എന്ന് നിന്നോട് പറഞ്ഞിരുന്നു. 2 വരമാണ് രാജാവ് നിനക്ക് വാഗ്ദാനം ചെയ്തത്. പക്ഷേ നീ അന്നത് ആവശ്യപ്പെട്ടില്ല. നീ എന്താണ് അന്ന് രാജാവിനോട് പറഞ്ഞത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? വരട്ടെ മഹാരാജൻ, ഇപ്പോൾ എനിക്ക് വരം ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചു കൊള്ളാം എന്നാണ് നീ പറഞ്ഞത്. അതുകൊണ്ട് നിനക്ക് 2 വരം രാജാവ് തരാനായിട്ട് അവശേഷിക്കുന്നുണ്ട്. നീ ചിലപ്പോൾ അതൊക്കെ മറന്നു കാണും. പക്ഷേ എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. അതുകൊണ്ട് ആ വരം നീ ഇപ്പോൾ രാജാവിനോട് ആവശ്യപ്പെടണം. നീ ഉടൻ തന്നെ നിന്റെ ആഭരണങ്ങളെല്ലാം ഊരിക്കളഞ്ഞ് ആഹാരം കഴിക്കാതെ വെറും നിലത്ത് കരഞ്ഞുകൊണ്ട് കിടക്കണം. രാജാവ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അദ്ദേഹം നിന്റെ കോപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണം തിരക്കും. പക്ഷേ നീ മറുപടി ഒന്നും പറയരുത്. നിലവിളിച്ചുകൊണ്ടിരിക്കണം. രാജാവ് പലതരത്തിൽ നിന്നെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിക്കും. പല വാഗ്ദാനങ്ങളും തരും. ആദ്യം സത്യം ചെയ്യിപ്പിച്ചിട്ട് നീ നിന്റെ വരം ചോദിക്കണം. ഒരു വരത്താൽ ഭരതനെ രാജാവായി വാഴിക്കണം. മറ്റൊരു വരത്താൽ രാമനെ വനത്തിലേക്ക് അയക്കുകയും ചെയ്യണം. 14 വർഷം രാമൻ വനത്തിൽ താമസിച്ചാൽ രാജ്യം മുഴുവനും ഭരതൻ്റെതാകും. നീ ജീവൻ ചോദിച്ചാൽ രാജാവ് ജീവൻ നൽകും. ഇവിടെ പ്രതിജ്ഞ കൊണ്ട് നീ രാജാവിനെ ബന്ധിക്കണം. അങ്ങനെ നിന്നോടുള്ള പ്രതിജ്ഞ രാജാവിന് പാലിക്കാതിരിക്കുവാൻ സാധിക്കുകയുമില്ല. ഇങ്ങനെ മന്ധര കൈകേയിക്ക് ദുർബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നു. മന്ധരയുടെ വാക്കുകൾ കേട്ട് കൈകേയി ആകെ മാറിപ്പോയി. അധർമ്മം, ദുഷ്കീർത്തി എന്നൊന്നും ആ സമയത്ത് കൈകേയിയുടെ മനസ്സിൽ തോന്നിയതുമില്ല. അതിന് കാരണം കൈകേയിക്ക് ഘോരമായ ഒരു ബ്രഹ്മശാപമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം കൈകേയിക്ക് പറ്റുന്നത്. ശൈശവത്തിൽ പിതാവിൻ്റെ ഗൃഹത്തിൽ കഴിയുന്ന കാലത്ത് ബ്രാഹ്മണരെ അറിയാതെ നിന്ദിക്കുവാൻ ഇടയായി കൈകേയിക്ക്. അപ്പോൾ അവര് കൈകേയിയെ ശപിച്ചു. ലോകം മുഴുവൻ പരക്കുന്ന ദുഷ്കീർത്തി ഉണ്ടാകട്ടെ എന്നാണ് ആ ബ്രാഹ്മണർ കൈകേയിയെ ശപിച്ചത്. അത് ഫലിച്ചു. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്. അങ്ങനെ മന്ധരയുടെ വാക്കുകൾ കേട്ടപ്പോൾ കൈകേയി വളരെയധികം സന്തോഷിക്കുകയും അങ്ങനെ മന്ധരയെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പറയുകയാണ്, നിന്നെപ്പോലെ നല്ലവളായി 3 ലോകത്തിലും ആരുമില്ല. എനിക്ക് ഹിതകരമായതെന്താണോ അതാണ് നീ എനിക്ക് പറഞ്ഞു തന്നത്. നീ മാത്രമാണ് ഈ ലോകത്തിൽ എൻ്റെ നന്മ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിനക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകാം. ഭരതൻ എന്തായാലും രാജാവാകട്ടെ. എനിക്ക് വേണ്ടി ചെയ്ത ഈ സേവനത്തിൻ്റെ കടമൊക്കെ അപ്പോൾ ഞാൻ വീട്ടും. രാജാവ് രാമനെ വനത്തിൽ അയച്ചിട്ടല്ലാതെ ഞാൻ ഇനി കുളിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യില്ല. ഞാൻ ഈ കാര്യം നിന്റെ മുമ്പിൽ സത്യം ചെയ്തു തരികയാണ് മന്ധരേ. ഇങ്ങനെ പറഞ്ഞ് കൈകേയി വീണ്ടും മന്ധരയെ
ആലിംഗനം ചെയ്തു. കൈകേയിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ മന്ധരയ്ക്ക് വളരെയധികം സന്തോഷം തോന്നുകയും തൻ്റെ ആഗ്രഹം ഫലിച്ചല്ലോ എന്ന രീതിയിൽ മന്ധര സന്തോഷിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇവിടെ ദേവകാര്യം നടക്കുന്നതിനായിട്ട്, അതായത് ശ്രീരാമചന്ദ്രൻ്റെ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് രാവണവധമാണ്, അസുരന്മാരെ വധിക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊരു കാര്യം നടക്കണമെങ്കിൽ ഇവിടെ രാമൻ വനത്തിൽ പോകണം. അതിനൊരു കാരണം വേണം. അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മദേവൻ മന്ധരയെയും കൈകേയിയെയുമൊക്കെ സൃഷ്ടിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് കൈകേയിക്ക് ചെറുപ്രായത്തിൽ ഒരു ബ്രഹ്മശാപം ഉണ്ടായതും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? വിധി അത് നടക്കുക തന്നെ ചെയ്യും. അതിൻ്റെ മുന്നോടിയായിട്ട് ധാരാളം കാര്യങ്ങൾ സംഭവിക്കും. ആ വിധി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ധാരാളം കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കും, ശ്രീരാമചന്ദ്രനെ വനത്തിലേക്ക് അയക്കുവാൻ കാരണം കൈകേയിയുടെയും മന്ധരയുടെയും ദുഷ്ടബുദ്ധിയാണ് എന്ന്. പക്ഷേ അവരങ്ങനെ പ്രവർത്തിച്ചില്ലായിരുന്നു എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരുപക്ഷേ രാവണവധം എന്ന് പറയുന്നത് സംഭവിക്കുകയില്ലായിരുന്നു. ഇത്രയും അസുരന്മാരെ കൊന്നൊടുക്കാനുള്ള സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാവുകയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ബാലിയും സുഗ്രീവനും വീരഹനുമാനുമൊക്കെ ശ്രീരാമചന്ദ്രൻ്റെ സഹായികളായി ഭക്തരായൊന്നും വരാനുള്ള സാഹചര്യവും ഉണ്ടാവുകയില്ല. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഓരോ നല്ല കാര്യങ്ങൾ നടക്കുന്നതിനും ഓരോ ചീത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിനും മുന്നോടിയായിട്ട് ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ സംഭവിക്കേണ്ടുന്ന കാര്യങ്ങൾ അത് വിധിയാണ്. അത് സംഭവിച്ച് മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് അത് സംഭവിക്കുന്നതിനായി ഉണ്ടായ കാരണങ്ങളെ നമ്മൾ പഴിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് വിധിയാണ്. പിതാതാവിൻ്റെ ഉദ്ദേശം അതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുഖങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ഒക്കെ ഉണ്ടാകും. അതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതാണ് ഈ ജന്മത്തിൽ. അതെല്ലാം അനുഭവിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ പരമമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇടയ്ക്ക് വെച്ച് കുറുക്കു വഴികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിൻ്റെ വലിയ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യവും ചിന്തിക്കുക. പണ്ട് മേൽപ്പത്തൂരിൻ്റെ ഒരു കഥയുണ്ട്. മേൽപ്പത്തൂരിന് ഒരിക്കലും വയറുവേദന വന്നു. വയറുവേദന വന്ന സമയത്ത് മേൽപ്പത്തൂര് ഭഗവാൻ ശ്രീകൃഷ്ണനെ, ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ എൻ്റെ വയറുവേദന മാറ്റിത്തരൂ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഒന്ന് ക്ഷമിക്കൂ മേൽപ്പത്തൂരെ, കുറച്ച് സമയം കൂടി ഒന്ന് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ വയറുവേദന ഭഗവാൻ മാറ്റിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മേൽപ്പത്തൂരിൻ്റെ വയറുവേദന വീണ്ടും കൂടി. മേൽപ്പത്തൂര് വീണ്ടും ഭഗവാനെ വിളിച്ചു. ഭഗവാൻ വന്നു. ഭഗവാനെ എത്ര നേരമായി ഞാൻ പറയുന്നു, എൻ്റെ വയറുവേദന ഒന്ന് മാറ്റിത്തരൂ, ഞാൻ ഭക്തനല്ലേ, നാരായണീയമൊക്കെ രചിച്ചതല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴും ഭഗവാൻ ഗുരുവായൂരപ്പൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് ക്ഷമിക്കൂ മേൽപ്പത്തൂരെ, കുറച്ച് സമയം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 തവണ ഭഗവാൻ ഒന്ന് മേൽപ്പത്തൂരിനെ കളിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കാളീക്ഷേത്രമുണ്ട്. മേൽപ്പത്തൂര് ഈ കാളീക്ഷേത്രത്തിലേക്ക് പോയിട്ട് കാളീദേവിയോട് എൻ്റെ വയറുവേദന ഒന്ന് മാറ്റിത്തരുമോ എന്ന് ചോദിച്ചു. ഭദ്രകാളിയുടെ കാര്യം നമുക്കറിയാമല്ലോ, ചോദിച്ചാൽ അപ്പം നൽകും. ക്ഷിപ്രപ്രസാദിനിയാണ്, ക്ഷിപ്രകോപിയുമാണ്. പെട്ടെന്ന് തന്നെ അതിനെന്താ ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് മാറ്റിക്കൊടുക്കുകയും ചെയ്തു. മേൽപ്പത്തൂരിന് വലിയ സന്തോഷമായി. മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗുരുവായൂരപ്പ, ഞാൻ അങ്ങയോട്
എൻ്റെ വയറുവേദനയൊന്ന് മാറ്റിത്തരാൻ പറഞ്ഞു. പക്ഷേ അങ്ങ് മാറ്റി തന്നില്ല. ദേ കാളീദേവി എത്ര പെട്ടെന്നാണ് മാറ്റി തന്നത്. അപ്പോൾ ചതിച്ചല്ലോ എന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, മേൽപ്പത്തൂരേ, നിനക്ക് ചില ദോഷങ്ങളുണ്ടായിരുന്നു. കുറച്ച് നാൾ ഈ വയറുവേദന ഒന്ന് സഹിച്ചിരുന്നുവെങ്കിൽ ആ ദോഷങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറിപ്പോയേനെ. ഇപ്പോൾ പെട്ടെന്ന് വയറുവേദന മാറ്റിയതുകൊണ്ട് ഇനി നിനക്ക് ഉടനെ മോക്ഷം ലഭിക്കുകയില്ല. 3 ജന്മമെങ്കിലും ഇനി നീ വീണ്ടും ജനിക്കണം. ഇങ്ങനെ മേൽപ്പത്തൂരിനോട് ഗുരുവായൂരപ്പൻ പറഞ്ഞു എന്നൊരു കഥയും ഉണ്ട്. മേൽപ്പത്തൂര് ഒരു ജന്മത്തിൽ പാമ്പായിട്ടും അടുത്ത ജന്മത്തിൽ കൂവളമരമായിട്ടും അതിനുശേഷം വണ്ടിക്കാളയായിട്ടും ജനിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം മേൽപ്പത്തൂര് ഒരു മനുഷ്യനായി ജനിക്കുമെന്നും അന്ന് മോക്ഷം ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ മേൽപ്പത്തൂര് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത്. ഇത് മേൽപ്പത്തൂരിൻ്റെ വിധിയാണ്. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ട് പോലും കുറച്ച് സമയമൊന്ന് ക്ഷമിക്കുവാനായിട്ട് മേൽപ്പത്തൂരിന് തോന്നാതിരുന്നത്. ഇതൊക്കെ വിധാതാവ് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതാണ്. അതുകൊണ്ട് കൈകേയിയെ നമ്മൾ പഴിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം ശ്രീരാമചന്ദ്രൻ്റെ ജന്മ ഉദ്ദേശം നടക്കണമെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകണം. അതുപോലെ അന്ധനായ മുനിയുടെ ശാപം ഫലിക്കണം എന്നുണ്ടെങ്കിലും ഇങ്ങനെയൊരു കാര്യം നടക്കണം. അതിനുവേണ്ടി സർവേശ്വരൻ തിരഞ്ഞെടുത്തതാണ് കൈകേയിയെ എന്ന് മാത്രം നമ്മൾ ഓർക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.